ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതിൻ്റെ ക്രെഡിറ്റ് അടിക്കുവാനായി ട്രംപ് നടത്തുന്ന നീക്കങ്ങളൊക്കെ ലോകം നോക്കിക്കാണുന്നു. എന്നാൽ കാര്യമായി ട്രംപിൻ്റെ പ്രസ്താവനകളെ ആരും നോക്കിക്കാണുന്നതുമില്ല. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുകയാണ്. റഷ്യ ഇന്ത്യയുടെ എക്കാലത്തെ ആയുധ പങ്കാളി മാത്രമല്ല, ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം കൂടിയാണ്. S-400 അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ റഷ്യയുടെ പങ്കെന്ത്? ഇവിടെ മറ്റൊരു ചോദ്യവും ഉയരുന്നു. ചില കോണുകളിൽ നിന്ന് ഉയരുന്നത് റഷ്യയുടെ കൂടി സംസാരിച്ചതിന് ശേഷമാണ് ഇന്ത്യ വെടിനിർത്തലിലേക്ക് പോയതെന്നാണ്. അതിന് ബലം പകരുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്നത്. റഷ്യയും ഉക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കം പുടിൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉക്രൈനുമായി നേരിട്ട് ഇസ്താംബൂളിൽ ചർച്ച നടത്തുമെന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു. യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ്. കാരണം റഷ്യയ്ക്ക് അത് അനിവാര്യമാണ്. കഴിഞ്ഞ 3 വർഷമായി യുദ്ധമുഖത്ത് തളച്ചിടപ്പെടുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ റഷ്യ. അവർക്ക് അതിൽ നിന്ന് ഒരു മോചനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് പഴയ പ്രതാപം വീണ്ടെടുക്കണം. ഇനിയും വൈകിയാൽ അത് അസ്തമിക്കും. തങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന സുഹൃത്ത് രാജ്യങ്ങളുടെ നേതൃനിരയിൽ നിന്ന് റഷ്യ വളരെ പിന്നോക്കം പോവുകയും ചെയ്യും. സാമ്പത്തികമായി തകർന്നടിയും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക. അമേരിക്കയുടെ ലോക പോലീസ് പദവിക്ക് എന്നും വെല്ലുവിളി ഉയർത്തി നിന്നിരുന്ന ആ കാലഘട്ടത്തിലേക്ക് വീണ്ടും മടങ്ങുക. സാമ്പത്തികമായി ഉയർത്തെഴുന്നേൽക്കുക. അതിൻ്റെ ഭാഗമായി തന്നെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് നൽകിയ ഉപദേശവും തൽക്കാലത്തേക്ക് വെടിനിർത്തലിലേക്ക് എത്തുക. ഇതൊക്കെ കൊണ്ടുകൂടിയാകണം പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത്. വെടിനിർത്തൽ എന്നാൽ അന്തിമമല്ല, തൽക്കാലത്തേക്കുള്ള ഒരു ശമന മാർഗം മാത്രമാണ്. ഏത് നിമിഷവും പൊട്ടിത്തകരാവുന്ന നീർക്കുമളയാണെന്ന് ഏവർക്കും അറിയാവുന്നതുമാണ്. ഇവിടെയാണ് റഷ്യയുടേതായ വന്ന ഒരു പുതിയ പ്രസ്താവന ഇത്തരത്തിൽ സംശയം ജനിപ്പിക്കുന്നത്. അതായത് വീണ്ടും ചില പഴയ സഖ്യങ്ങൾ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റത്തിനൊരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.